കഥ പറഞ്ഞുതരാം. അങ്ങ് ദൂരെ ദൂരെ മേഘങ്ങൾക്കപ്പുറം ഒരു വലിയൊരു ആകാശക്കോട്ട ഉണ്ടായിരുന്നു. അതിൽ സുന്ദരിയായ ഒരു കൊച്ചു രാജകുമാരി ഉണ്ടായിരുന്നു, അമ്മാമ്മയുടെ അപ്പക്കുട്ടനെ പോലെ. ആകാശക്കോട്ടയിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ രാജകുമാരി ആ കോട്ടവാതിക്കൽ തന്റെ പൂക്കളെയും ചെടികളെയും പരിപാലിക്കാൻ എന്നും വരുമായിരുന്നു. അങ്ങനെയുള്ള രാജകുമാരി ഒരു മായാവി നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അതീവ തന്ത്രശാലിയും ദുഷ്ടനുമായ മായാവി, കണ്ണുകളിൽ ചതിയും ചിന്തകളിൽ വിഷപ്പുകയും നിറഞ്ഞ് മായാവിക്ക് ഏത് രൂപവും പ്രാപിക്കാൻ കഴിയുമായിരുന്നു. രാജകുമാരിയെ ആകാശക്കോട്ടയുടെ പുറത്തെത്തിച്ച് തട്ടിക്കൊണ്ടുപോകാനായി ആ മായാവി പല പല മായാലീലകൾ കാട്ടാൻ തുടങ്ങി. മായാവിയുടെ മായാലീലകളിൽ ആകർഷിതയായി രാജകുമാരി ആകാശക്കോട്ടയുടെ പുറത്തേക്ക് പോകുന്നു. മായാവി തന്റെ മായാലീലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ധൈര്യം വീണ്ടെടുത്ത രാജകുമാരി മായാവിയിൽ നിന്നും തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട് ആകാശക്കോട്ടയിൽ തിരിച്ചെത്തി. മായാവിയുടെ മായാവലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട രാജകുമാരി തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്നു. ആ സംഭവത്തിൽ പേടിച്ച് കുമാരി പിന്നീടുള്ള ദിവസങ്ങൾ ചെലവഴിച്ചു. അപ്പോഴാണ് കുമാരിയെ സംരക്ഷിക്കാനും നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടെടുക്കാനുമായി ഒരു മാലാഖ വന്നു. കുമാരിയെ മാലാഖ ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ഉപദ്രവിക്കാൻ നോക്കിയ മായാവിയെ രക്ഷാദൂതന്മാർ തടവിലാക്കുകയും ചെയ്തു. കുട്ടികൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളും ചൂഷണവും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1098 എന്ന നമ്പറിലേക്കോ വിളിച്ച് അറിയിക്കണം. പ്രതികരിക്കണം മടി കൂടാതെ.